ഗൈസ്, അപ്പോൾ രാവിലെ തന്നെ ഇന്ന് കഴിക്കുന്നത് അപ്പവും ചമ്മന്തിയാണ് കേട്ടോ. കുറേ നാളായി ഈ ഒരു കോമ്പിനേഷൻ കഴിച്ചിട്ട്. അപ്പോൾ ഒരു ഗ്ലാസ് ചായയും അപ്പവും ഈ ചമ്മന്തിയും കൂടെ കൂട്ടി നല്ലൊരു പിടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉച്ചക്കത്തിനുള്ള ഫുഡ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തു. അതിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തേങ്ങ ഇട്ട് കൊടുത്ത് അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, ജീരകം, പിന്നെന്താ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ വെളുത്തുള്ളി ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നില്ല, ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചീരത്തോരനാണ് കേട്ടോ വെക്കുന്നത്. അത് ഓൾറെഡി ഞാൻ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്കിതിൻ്റെ അരപ്പങ്ങട് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതപ്പോൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചീരത്തോരൻ വെക്കാൻ വേണ്ടി ഒരു പാൻ എടുത്ത് വെച്ചു. അതിലേക്ക് എണ്ണ ചൂടായപ്പോൾ ഞാൻ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചു കേട്ടോ. അങ്ങനെ കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് നമ്മുടെ ചീര അങ്ങോട്ട് തട്ടി കൊടുത്തു കേട്ടോ. പിന്നെ കറിവേപ്പില ഇടുന്നുണ്ട്. അങ്ങനെ ചീരയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ നമ്മുടെ അരപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്ത് പോയപ്പോൾ മേടിച്ചതാണ് ചീര. ഒരുപാട് നാളായി ചീരത്തോരനൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ കുട്ടികൾക്ക് ഉള്ളത് കൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ പുറത്തുനിന്ന് മേടിച്ചാണ് ചീര. നല്ല ചുമന്ന ചീരയാണ്. പക്ഷേ എനിക്ക് വീട്ടിലെ ചീര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പം എങ്ങും ഇല്ല ഈ പച്ച ചീരയില്ലേ, കുപ്പച്ചീര എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. ആ ചീര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ പോട്ടെ, എന്തായാലും നമുക്ക് കിട്ടിയ ചീര നമുക്ക് തോരൻ വയ്ക്കാം അല്ലേ. അങ്ങനെ അതിലേക്ക് അരപ്പൊക്കെ അങ്ങോട്ട് തട്ടിയിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ മിക്സ് ചെയ്യാൻ കഴിയിട്ട് ചെറുതായിട്ട് ആ വെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ജീര വേകാൻ വേണ്ടി അത്രയും മതി. പിന്നെ നമുക്കത് അടച്ച് വെച്ച് ജീര റെഡി ആവുന്നത് വരെ നമുക്ക് നോക്കാം അല്ലേ. അപ്പം ആ സമയത്തിന് ഞാൻ വേറെ നമ്മുടെ മത്തിക്കറി വെക്കുന്നുണ്ട് കേട്ടോ. മത്തിക്കറി നമുക്ക് കഴിഞ്ഞ ദിവസം അത് പുറത്ത് പോയപ്പോൾ നമ്മൾ മേടിച്ചാണ്, ചെറിയ മത്തിയില്ലേ. അപ്പോൾ അത് മത്തി കറിയാണ് കേട്ടോ. അപ്പം കറിയെന്ന് പറയാൻ പറ്റില്ല, മത്തി വറ്റിച്ചാണ് കേട്ടോ എടുക്കുന്നത്. അങ്ങനെ മത്തിക്കറിയും നമ്മൾ വെക്കുന്നുണ്ട്. പക്ഷേ ഉച്ചയ്ക്ക് ഞാൻ ഈ ചീരത്തോരനും മത്തിക്കറിയും കൂട്ടി ഒന്നും അല്ല കേട്ടോ കഴിക്കുന്നത്. തലേദിവസത്തെ ബിരിയാണി ഉണ്ടായിരുന്നു. എനിക്ക് ബിരിയാണി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. ഞാനൊരു വലിയ ബിരിയാണി ഫാനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി കേട്ടോ. ബിരിയാണി എത്ര കഴിച്ചാലും എനിക്ക് മടുക്കില്ല. എത്ര കഴിച്ചാലും ഞാൻ 3 നേരം വേണമെങ്കിലും ബിരിയാണി കഴിക്കും കേട്ടോ. അത്രയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി. അങ്ങനെ ബിരിയാണിയാണ് കേട്ടോ ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചത്. എത്രയ്ക്ക് എന്തൊക്കെ കൂട്ടാനുണ്ടെന്ന് പറഞ്ഞാലും ബിരിയാണി ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ട. അങ്ങനെ ചിക്കൻ ബിരിയാണി കഴിച്ചു കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ മുഖത്ത് ഈ ഒരു ഫേസ് പാക്ക് ഇട്ടു കേട്ടോ. നല്ലതാണ്, അടിപൊളിയാണ്, നല്ല റിസൾട്ടാണ്, കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടി നമ്മളിന്ന് പരിപ്പുവടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പക്ഷേ സംഭവം വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അതായത് നമ്മുടെ വട കടന്ന് പൊരിയുന്നതും പരിപ്പിൻ്റെ വീഡിയോ മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഇതാണ് കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് രാത്രിയിൽ ഞാനൊരു കരിക്ക് ഷേക്കാണ് കുടിച്ചത് കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.